Allah 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 طلبنا بابا مولانا كريما ليس إنسانا طلبنا بابا مولانا كريما ليس ينسانا وصدقنا بما جاءناه الصادق رسول الله وصدقنا بما جاءناه الصادق رسول الله 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 നമ്മളീ മജ്‌ലിസ് ഖബൂലാക്കുമാറാവട്ടെ. മഹാനായ ഇമാം ഷാദിലി റളിയല്ലാഹു തആല അവരുടെ മജ്‌ലിസാണല്ലോ. അവരോട് മഹബത്ത്, അവരോടുള്ള ആ ചേർന്ന് നിൽക്കൽ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ശരിക്കും ദീൻ. സുന്നത്ത് ജമാഅത്ത് മറ്റൊന്നും ദീനല്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ മഹാന്മാരെ മഹബത്ത് സ്നേഹിക്കണം. അത് നമുക്ക് മാത്രം അവകാശപ്പെട്ട വേറെ ആർക്കില്ല. അപ്പൊ മഹാന്മാരുടെ ആ നെഹ്ജിൽ, ആ റൂട്ടിൽ പോകുന്നത് അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ശരിയായ. 20 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ എവിടെയും സുന്നത്ത് ജമാഅത്തിന്റെ കീഴിൽ വെക്കേഷൻ മദ്രസ സംവിധാനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശത്തുള്ള പല സുന്നികളായ ആൾക്കാരുടെയും മക്കൾ വിദേഹത്തുകാരുടെ മദ്രസകളിലേക്ക് ചെല്ലുന്നു എന്ന വിവരമറിഞ്ഞ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് SCA വെക്കേഷൻ മദ്രസ സുന്നി വിദ്യാഭ്യാസ ബോർഡിന് ഉത്തരവാദപ്പെട്ടവരുമായി സംസാരിച്ച് അതിന് വ്യക്തമായ രൂപരേഖ അവരുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് SCA ആണ് ആദ്യമായി അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ കൊണ്ടുവന്നതും ഒന്നാമതായി അംഗീകരിച്ച വെക്കേഷൻ മദ്രസയും SCAയുടേതാണ്. അതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ മദ്രസ പലപ്പോഴും 10ാം ക്ലാസും 12ാം ക്ലാസും കഴിഞ്ഞ കുട്ടികൾക്ക് പോലും വിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് ഓതാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരമായി SCAയുടെ കമ്മിറ്റി ചേർന്നുകൊണ്ട് ഒരു പുതിയ കോഴ്സ് ഇവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. രാവിലെ 9:30 മണി മുതൽ 1 മണി വരെ സ്കൂൾ അവധി ദിവസങ്ങളിൽ ഖുർആൻ പാരായണം പ്രത്യേകമായി നല്ല ശൈലിയിലും തജ്വീദ് അനുസരിച്ചും നന്നായി പഠിപ്പിക്കാൻ കഴിയുന്ന ഉസ്താദുമാരെ വെച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ള മക്കളെയൊക്കെ അയച്ച് സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചയും പ്രായഭേദമന്യേ എല്ലാവർക്കും ഖുർആൻ നന്നായി പഠിക്കാനുള്ള ഒരവസരം കൂടി SCA ഒരുക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതും അടുത്ത് തന്നെ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ്. എല്ലാവരും നിങ്ങളുടെ പരിചയത്തിലുള്ളവർ എല്ലാ ചൊവ്വാഴ്ചയും മഗ്‌രിബ് മുതൽ കുറഞ്ഞ സമയം നമുക്ക് ഖുർആൻ പലർക്കും ഫാത്തിഹയിൽ തെറ്റ് സംഭവിക്കുന്നവർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഖുർആൻ ഓതുന്നതിൽ കൃത്യമായ പഠനം മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റായി ഓതിപ്പോകുന്നവരുണ്ട്. അതിനൊക്കെ പരിഹാരമായിട്ട് ഇൻഷാ അല്ലാഹ് സ്ത്രീകൾക്ക് കൂടി അത്തരം ഒരു സംവിധാനം ആലോചിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്ക് ഇങ്ങനെയുള്ള മാറ്റത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സിക്കലിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാൻ ഈ സമയത്ത് കഴിയാനുള്ളത് അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹമായി തന്നെ കാണും.
വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങനെയുള്ള മുട്ടായിന്റെയും സദസ്സിൽ പങ്കെടുക്കുക. സാധാർത്ഥ്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഇജാബത്ത് കിട്ടുന്ന ഒരു സദസ്സാണ്. ഒരു സംശയമില്ല. മശായിഖുമാർ അഹ്വാനുകൾ ഹാജരാവാതെ ഷാദ് നടക്കുകയും ചെയ്യും. വലിയ ഈ സദസ്സിൽ അങ്ങനെ മനസ്സിലാക്കുന്നത് വലിയൊരു സംഭവമാണ് ഈ സദസ്സ്.